ചേട്ടാ ഒരു ചോദ്യം ചോദിക്കാം. കാരണം മുന്നേ മനോജേട്ടൻ വന്നു, മനോജ് കെ ജയൻ. മനോജേട്ടൻ വന്നപ്പോ ശരത് സാർ പാട്ട് പാടി മനോജേട്ടൻ ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിച്ചു. ഇപ്പൊ ചിത്രം സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ അതുപോലെ ചെയ്യുന്നു. ഇത്തരം ഒരു ക്യാരക്ടർ നല്ല സംഗതികളൊക്കെ ഉള്ളൊരു പാട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ധ്യാൻ ചേട്ടൻ എങ്ങനെയായിരിക്കും അത് ചെയ്യുക? ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കോ? ഞാൻ എന്തും ചെയ്യും. എന്താ ചെയ്യേണ്ടത്? എന്നാലും നിന്റെ ഒരു ആക്ടിങ്ങിനോട് ആ ഒരു റോളിനോടുള്ള സമീപനം എങ്ങനെയായിരിക്കും? അതെ, ഏത് റോള്? ഇത് ഫുൾ ഇങ്ങനത്തെ സ്വരങ്ങളൊക്കെ ഉള്ള ഒരു പാട്ടാണ് കിട്ടുന്നത്. തമ്പൂരിയൊക്കെ തന്ന് ഇപ്പൊ ചിത്രത്തില് ലാലേട്ടൻ ചെയ്യണം കണ്ടിട്ടില്ലേ? അതൊക്കെ ചെയ്യും. ഒരു 10-20 കട്ടു പോകുന്നേ ഉള്ളൂ. അതെ, നമുക്കിത് എടുത്തെടുത്ത് പോവാലോ. അതിനുവേണ്ടി ഞാൻ സമയമുണ്ടല്ലോ, നിർത്തി നിർത്തി പോവാ. ഒറ്റ ടേക്കിൽ പോകണം നിർബന്ധമൊന്നുമില്ല, എടുക്കാം. അല്ല, ഞാൻ വേണമെങ്കിൽ ആ പാട്ട് ഞാൻ പാടും. അത് വേണോ? അതെന്താ? ഇപ്പൊ പ്രായം തമ്മിൽ കേട്ടങ്ങ് പോയല്ലേ? അല്ല, അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ തയ്യാറെടുപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് ഒരു ദിവസം സമയം തരുമോ? നിങ്ങൾ ഇതൊന്ന് നന്ന് നീട്ടി വെക്കുവാണെങ്കിൽ ഞാൻ ഫിനാലെ നീട്ടി വെക്കുവോ? അതാ പറഞ്ഞു, ഇതിന് വേണ്ടിട്ട് നീട്ടി വെക്കണ്ട. ചെറിയ സംഗതി ട്രൈ ചെയ്ത് നോക്കുന്നോ? ശരത് സാർ സപ്പോർട്ട് ചെയ്യും. കൂടുതൽ സപ്പോർട്ടിലായിരിക്കും. അഭിനയിച്ചാ മാത്രം മതി. അഭിനയിക്കില്ല, ഞാൻ പാടി ട്രൈ ചെയ്യാം. ആ ഒരു ചലഞ്ച്. ഞാൻ ഏതറിയാം? എനിക്കൊന്നും അറിയില്ല. അല്ല, എനിക്ക് ലിപ്പിയാണെങ്കിൽ എന്തെങ്കിലും അറിയണ്ടേ, അതുകൊണ്ടാ ചോദിച്ചത്. സാർ എന്തൊക്കെ പറയണം, അത് ഞാൻ തിരുത്തി നന്നായി പാടിത്തരാം. പ്രണതോസ്മി പാട്. ചാലഞ്ച് ഏറ്റെടുത്താണ്. Come on. ഒന്നൂടെ. പ്രണതോസ്മി. പ്രണതോസ്മി പാടി നിർത്തിക്കൂടാ. അത് മോശം. ഗുരുവായൂരേശം. I quit. ധ്യാൻ ചേട്ടാ ഭയങ്കര രസായിരുന്നു. നല്ല രസമായിരുന്നു താനെ. സാറന്ന് വിളിക്കാം വൃത്തിയോട്ടോ. ഞാൻ ഗുരുവായിട്ട് കണ്ടു. ഇത് പാടാൻ പറ്റില്ല, ഇത് ഷാനിക്കൊക്കെ പോലും പറ്റൂല. പിന്നെ ഷാനിക്കൊന്ന് പാടിക്കും ആ വൃത്തിയുടെ ശബ്ദത്തിൽ. അത് വേണം. മൈക്കൊക്കെ മാറ്റിക്കോ. പ്രണതോസ്മി കഴിഞ്ഞിട്ട് എന്തായിരുന്നു സാർ? ഗുരുവായൂരേശം. ഗുരുവായൂർ ആക്ട് ചെയ്യാം. ഓക്കെ, റെഡി. പ്രണതോസ്മി ഗുരുവായൂരേശം. ആസാദ്യം.